സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ OAW പ്രോസസ് വഴി ഡൗൺ ഹാൻഡ് പൊസിഷനിൽ ഔട്ടർ ഡയയുള്ള 50 mm 3 mm വാൾ തിക്നെസ് ഉള്ള MS പൈപ്പിൽ പൈപ്പ് ബഡ് ജോയിന്റിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നമ്മൾ ഇവ പഠിക്കും. പൈപ്പുകളുടെ ആക്സിസ് ഒരു പൈപ്പ് ബഡ് ജോയിന്റായി ഫ്ലാറ്റ് പൊസിഷനിൽ അലൈൻ ചെയ്യുക. നോസിൽ, ഗ്യാസ് പ്രഷർ, ഫ്ലെയിം എന്നിവ സെലക്ട് ചെയ്യുക. റൂട്ട് ഗ്യാപ്പ് സജ്ജമാക്കി പൈപ്പുകൾ വെൽഡ് ചെയ്യുക. സർഫസ് ഡിഫക്ട്സ് പരിശോധിക്കുക. നമുക്ക് OAW പ്രോസസ് വഴി ഡൗൺ ഹാൻഡ് പൊസിഷനിൽ ഔട്ടർ ഡയ ഉള്ള 50 mm x 3 mm കട്ടിയുള്ള വാളുമായി MS പൈപ്പിൽ പൈപ്പ് ബഡ് ജോയിന്റിന് ആവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റലൈൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ. നമുക്ക് OAW പ്രോസസ് വഴി ഡൗൺ ഹാൻഡ് പൊസിഷനിൽ 50 mm ഔട്ടർ ഡയയും 3 mm വാൾ തിക്നെസ്സുമുള്ള MS പൈപ്പിൽ പൈപ്പ് ബഡ് ജോയിന്റിന് ആവശ്യമായ പ്രധാനപ്പെട്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. പൈപ്പുകൾ ഹാൻഡ്സോ ഉപയോഗിച്ച് 50 mm നീളത്തിൽ മുറിച്ച് അതിന്റെ അവസാന ചതുരം 50 mm നീളത്തിൽ ഫയൽ ചെയ്യുക. മുറിച്ച പൈപ്പുകളുടെ അകത്തും പുറത്തുമുള്ള പ്രതലങ്ങൾ ഡീബറിങ്ങിന് ശേഷം വൃത്തിയാക്കുക. ഓക്സിജൻ പ്രഷർ 0.5 മുതൽ 1.41 kg/sq cm വരെയും അസറ്റിലിൻ 0.8 മുതൽ 0.15 kg/sq cm വരെയും ക്രമീകരിക്കുക. നോസിൽ നമ്പർ 5 സെറ്റ് ചെയ്യുക. .6 mm CCMS ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ന്യൂട്രൽ ഫ്ലെയിം സജ്ജമാക്കുക. OAW പ്രോസസ് വഴി 50 mm x 3 mm കട്ടിയുള്ള ഔട്ടർ ഡയ ഉള്ള MS പൈപ്പിലെ പൈപ്പ് ബഡ് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം. ശരിയായ റൂട്ട് ഗ്യാപ്പ് ഉള്ള ഒരു കോആക്സിയൽ പൈപ്പ് ബഡ് ജോയിന്റ് രൂപപ്പെടുത്തുന്നതിന് 2 പൈപ്പുകൾ ഒരു കോണിലോ ചാനൽ ഫിക്ചറിലോ സെറ്റ് ചെയ്യുക. പൈപ്പുകൾക്കിടയിൽ 1.5 mm റൂട്ട് ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് 3 സ്ഥലങ്ങളിൽ 120 ഡിഗ്രി അകലത്തിൽ ടാക്ക് വെൽഡ് ചെയ്യുക. പൈപ്പ് ചുറ്റളവ് 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക. ഫിക്ചറിൽ പൈപ്പ് തിരശ്ചീനമായി സൂക്ഷിക്കുക. ടാക്ക് ചെയ്ത പൈപ്പുകൾ ഫിക്ചറിൽ സ്ഥാപിക്കുക. ശരിയായ റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കാൻ നോസിൽ നമ്പർ 5ഉം റൂട്ട് റണ്ണിനായി 1.6 mm ചെമ്പ് പൊതിഞ്ഞ മെറ്റൽഡ് സ്റ്റീൽ റോഡും തിരഞ്ഞെടുക്കുക. വെൽഡിംഗ് ആരംഭിച്ച് ആദ്യ സെഗ്മെന്റ് പൂർത്തിയാക്കുക. ബ്ലോ പൈപ്പും ഫില്ലർ റോഡ് കോണുകളും വെൽഡിന്റെ തുടക്കം മുതൽ ടോപ്പ് വെൽഡിൽ കാണിച്ചിരിക്കുന്ന ആ കോണുകളിലേക്ക് തുടർച്ചയായും ക്രമമായും നിലനിർത്തേണ്ടതുണ്ട്. അതായത് 3 o'clock പൊസിഷൻ മുതൽ 12 o'clock പൊസിഷൻ വരെ വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്ത ആദ്യ സെഗ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം രണ്ടാമത്തെ സെഗ്മെന്റ് ആദ്യ സെഗ്മെന്റിന്റെ സ്ഥാനത്തേക്ക് വരുന്നതുവരെ പൈപ്പ് ജോയിന്റ് ക്ലോക്ക് വൈസ് ദിശയിൽ തിരിക്കുക. ശരിയായ ബ്ലോ പൈപ്പും ഫില്ലർ റോഡ് കോണുകളും ഉപയോഗിച്ച് 3 o'clock പൊസിഷൻ മുതൽ 12 o'clock പൊസിഷൻ വരെ റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. പൈപ്പ് ജോയിന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അങ്ങനെ ആദ്യ സെഗ്മെന്റിൽ ഇതിനകം ഉണ്ടാക്കിയ റൂട്ട് റണ്ണിന്റെ അവസാനം 3 o'clock സ്ഥാനത്തേക്ക് വരും. ആദ്യ സെഗ്മെന്റിന് ചെയ്തതുപോലെ രണ്ടാം പാദ സെഗ്മെന്റിനായി റൂട്ട് റൺ വെൽഡ് ചെയ്യുന്നത് തുടരുക. അതുപോലെ മൂന്നാമത്തെയും നാലാമത്തെയും സെഗ്മെന്റുകളുടെ റൂട്ട് റൺ പൂർത്തിയാക്കുക. ജോയിന്റിന്റെ റൂട്ടിൽ മോൾട്ടൻ പൂളിന് മുന്നിൽ ഒരു കീ ഹോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കും.
റോറേറ്റിംഗ് ഫിക്ചറിൽ നിന്ന് വർക്ക് പീസ് നീക്കം ചെയ്യുക. വെൽഡ് ബീഡ് വൃത്തിയാക്കുക. റൂട്ട് പെനട്രേഷനും വെൽഡ് തകരാറുകൾക്കുമായി റൂട്ട് റൺ പരിശോധിക്കുക. പൈപ്പ് ജോയിന്റ് റോറേറ്റിംഗ് ഫിക്ചറിൽ നിലനിർത്തുക. നമ്പർ 7 നോസിൽ ഫിക്സ് ചെയ്ത് ഓക്സിജന്റെ മർദ്ദം 0.5 മുതൽ 1.4 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ വരെയും അസറ്റിലിൻ 0.8 മുതൽ 0.15 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ വരെ ക്രമീകരിക്കുക. കൂടാതെ 3 mm CCMS ഫില്ലർ റോഡ് ഉപയോഗിക്കുക. ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിച്ച് റൂട്ട് റണ്ണിന് മുകളിലൂടെ ഫൈനൽ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു കീ ഹോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊഴികെ റൂട്ട് റണ്ണിനായി ഉപയോഗിക്കുന്ന അതേ വെൽഡിംഗ് ടെക്നിക്ക് പിന്തുടരുക. ഇപ്പോൾ OAW പ്രോസസ് വഴി ഡൗൺ ഹാൻഡ് പൊസിഷനിൽ 50 mm × 3 mm കട്ടിയും ഔട്ടർ ഡയേയുമുള്ള MS പൈപ്പിൽ പൈപ്പ് ബട്ട് ജോയിന്റിന് പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. ശരിയായ ബീഡ് സൈസ് ഉറപ്പാക്കുക. ബീഡിന്റെ അറ്റത്തുള്ള ക്രേറ്റർ നിറച്ച് വെൽഡ് പൂർത്തിയാക്കുക. അണ്ടർകട്ട്, cracks, burn through, blow holes. Recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് പൈപ്പുകളുടെ ആക്സസ് ഒരു പൈപ്പ് ബട്ട് ജോയിന്റായി ഫ്ലാറ്റ് പൊസിഷനിൽ അലൈൻ ചെയ്യുക, നോസൽ, ഫില്ലർ റോഡ് സൈസ്, ഗ്യാസ് പ്രഷർ, ഫ്ലെയിം എന്നിവ സെലക്ട് ചെയ്യുക, റൂട്ട് ക്യാപ്പ് സെറ്റ് ചെയ്യുക, പൈപ്പുകൾ ടാക്ക് വെൽ ചെയ്യുക, സർഫേസ് ഡിഫെക്ട്സ് പരിശോധിക്കുക.